വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇനി 154 പേരെ കണ്ടെത്താനുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അന്തിമ പട്ടിക ഇന്ന് വൈകിട്ട് പുറത്തിറക്കും. താൽക്കാലിക പുനരധിവാസത്തിനുള്ള വാടക വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും അന്വേഷണം ആരംഭിച്ചു. ക്യാമ്പുകളിൽ നിന്ന് താൽക്കാലിക വീടുകളിലേക്ക് ഉടൻ മാറ്റുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. ഇന്നോടുകൂടി ഒരാഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മതലത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യം കൂടി പരിശോധിച്ചു വരികയാണ്. ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടി ഏതെങ്കിലും സ്ഥലത്ത് ഇനി സൂക്ഷ്മതലത്തിൽ ഇത് പരിശോധിക്കേണ്ടതുണ്ടോ എന്ന് നോക്കുന്ന വിധത്തിലുള്ള ഒരു പരിശോധനയുടെ ഭാഗമായി തുടങ്ങിയതാണ്. ഞങ്ങൾ ഇന്നലെ ഫോഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, അവരവരുടെ മേഖലകളിൽ ഏത് മേഖലയിലാണോ ആ മേഖലകളിൽ അവരൊന്ന് ആ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകളൊന്ന് കൂടിയിരുന്ന് ഇനി നമുക്കെന്തെങ്കിലും ഏതെങ്കിലും പ്രദേശം ബാക്കി നിൽക്കുന്നുണ്ടോ വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സൈന്യം ജീവൻ രക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്നവരാണ്. അവർ വളരെ സിൻസിയറായി ആത്മാർത്ഥമായി നമ്മുടെ ടീമിനൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അവർ കൂടി അതൊന്ന് സ്വയം നോക്കട്ടെ, ഞങ്ങളുടെ പ്രവർത്തനം ഏതുവരെ ആയി എന്നുള്ളത് അവർ നോക്കി ഞങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും. വാടക വീടുകൾ, വാടക സ്ഥലങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ കെട്ടിടങ്ങളുടെ കണക്ക് PWD ആണ് എടുക്കുന്നത്. ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ, പണി പൂർത്തിയായിട്ടും മറ്റാർക്കും കൊടുക്കാത്ത സ്ഥലങ്ങൾ, നമുക്ക് വാടക കൊടുത്താൽ കിട്ടുന്ന പ്രദേശങ്ങൾ, ഹോസ്റ്റലുകൾ, ഇത് സംബന്ധിച്ച കണക്ക് LSTD എടുക്കും. 3 ദിവസത്തിനുള്ളിൽ ഈ കണക്കുകൾ പൂർണ്ണമായി നമുക്ക് ലഭ്യമാകും. ആ കണക്കുകൾ പൂർണ്ണമായി ലഭ്യമാകുമ്പോൾ അതിന് സമാന്തരമായി നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് പൊതുപ്രസിദ്ധീകരണത്തിന് വിധേയമാക്കി ഇനിയും വിളിച്ച് കിട്ടാവുന്ന ആളുകളുണ്ടോ എന്ന ധാരണ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. പുനരധിവാസത്തിൻ്റെ ഒരു ചൂരൽമല മോഡൽ കേരളത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. പുനരധിവാസത്തിൽ ചൂരൽമലയിലെ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട പുനരധിവാസം ലോകത്തിന് മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന ഒരു മോഡലായിരിക്കും. ഈ പറയപ്പെട്ട എല്ലാ അനുഭവങ്ങളുടെയും, സുനാമി മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്ന എല്ലാ അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ കെട്ടുറപ്പോടെ സ്ഥായിയായി ഇനി മാറേണ്ടാത്ത വിധത്തിൽ ഭൂമിയിലേക്ക് വേരുകൾ എത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ളൊരു പുനരധിവാസം സർക്കാർ ഉറപ്പ് നൽകുന്നു. ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ഓരോ ദിവസവും അതങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാനാകില്ല. പക്ഷേ